ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾക്കൊരല്പം മാന്യതയുണ്ടെന്ന് തോന്നിയതുകൊണ്ടാ ഇന്നലെ ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ചത്. ഓഫീസിൽ നിന്ന് ഏതോ ഒരു ജോലിക്കാരൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവനെ കെട്ടിയിറക്കാനായിരുന്നെങ്കിൽ അത് മുഖത്ത് നോക്കി പറയായിരുന്നില്ലേ നിങ്ങൾക്ക്? മേഡം, അത് സ്വാമി, താൻ ഇനി ഒന്നും പറയണ്ട. നാളെ മുതൽ പുതിയൊരു കാവൽക്കാരൻ, അതോ കാവൽക്കാരിയോ അറിയില്ല. എടോ, ഇത് നമ്മുടെ അഭിമാനത്തിന്റെ നെറുകയിൽ ഹാണിയടിച്ച് കയറ്റുന്നതിന് തുല്യമല്ലേ? പാവം സുജാത എന്റെ അങ്ങനെ ഒരാളെ സഹിക്കേണ്ട കാര്യം എന്താ? ഒരേ ഒരാള് മാത്രമേ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുള്ളൂ, ആ ജീവൻ. അയാള് പറഞ്ഞതൊക്കെ അയാള് നേടി. ഓർമ്മയുണ്ടല്ലോ എനിക്ക്, അന്ന് പാടത്ത് നിന്ന് അയാൾ പോകുന്നതിന് മുമ്പ് ഒരു കുറിപ്പ് വെച്ചത്, അത് നമ്മൾ വായിച്ചതല്ലേ? നീ നട്ടതൊക്കെ ഞാൻ പറിച്ചു കളയൂന്ന്, ശരിയല്ലേ? നാട്ടിലും പാടത്തും നട്ടത് മാത്രമല്ല, മനസ്സിൽ വിതച്ച സ്വപ്നങ്ങൾ പോലും പറിച്ചു കളഞ്ഞില്ലേ? ഹരി, നാളെ വരുന്ന ആള്, അതാണിപ്പോ ഹരിയുടെ ടെൻഷൻ. നമ്മുടെയൊക്കെ മുന്നില് എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുനാമി വന്നിട്ടുണ്ട്, വെള്ളപ്പൊക്കം വന്നില്ലേ, കൊറോണ വന്നിട്ടില്ലേ? അന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഈ കാലവും കടന്നു പോവും. നമ്മുടെ കാര്യത്തിൽ അത് ശരിയാ, ഈ കാലവും കടന്നു പോവും. നാളെ വരുന്നത് അതാണായാലും പെണ്ണായാലും വരുന്നവര് ഒരു ഗസ്റ്റ് വീട്ടിൽ വരും, കുറച്ചു കാലം താമസിക്കും. അങ്ങനെ കാണാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കൂടെയുണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും പറയല്ലേ? പിന്നെ എന്തിനാ ഹരി? എത്ര പരീക്ഷണങ്ങൾ താണ്ടിയാ നമ്മൾ ഇവിടം വരെ എത്തിയത്. ഇനിയും പരീക്ഷണം തന്നെയാണ് വിധിച്ചിരിക്കുന്നതെങ്കിൽ നേരിടണം. പണ്ടായിരുന്നെങ്കിൽ ചത്ത് കളയുന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. ഇപ്പൊ ജീവിക്കണം, എങ്ങനെയും ജീവിക്കണം. ഒന്ന് തളർന്നിരിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഇല്ല, ഒരു ക്യാപ്റ്റൻ തളർന്നു പോയാ ഒരു ടീം മുഴുവൻ തളർന്നു പോകും. ഞാനിപ്പോ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സ്വപ്നമുണ്ട്. ജീവന്റെ മുന്നില് ഹരി ജയിച്ച് കാണിക്കണം. അതെന്റെ വാശിയ. താൻ ആ പെണ്ണ് ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിന്നാ പിന്നെ ആരുടെ മുമ്പിലും തല കുനിക്കാൻ തോന്നില്ല. നാളെ ആരെങ്കിലും വരട്ടെ പോട്ടെ, ഈ കാലവും കടന്നു പോവും, നമ്മൾ മറികടക്കും. വാ. താമസിക്കാനുള്ള ആളെയും കൊണ്ട് ഇപ്പൊ എത്തുമെന്നാ സ്വാമി പറഞ്ഞത്. എടാ, അങ്ങനെ വെറുതെ ഒന്നും കേട്ടി താമസിപ്പിക്കാൻ പറ്റുകയല്ല. വ്യക്തമായിട്ട് സംസാരിക്കണം. നമ്മൾ പറയുന്ന കണ്ടീഷൻസ് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലേ അങ്ങനെ ഒരാള് അല്ലേ ഇവിടെ വേണ്ട. വരുന്നത് ആണുങ്ങളാണെങ്കിൽ കുടിക്കാനും വലിക്കാനും ഒന്നും പറ്റില്ല എന്ന് പറയണം. നമ്മുടെ കുടുംബത്തിന്റെ ചിട്ടകളിൽ അയാൾ ജീവിക്കണം, അത്രേ പറ്റൂ, അല്ലേ? എത്ര ദിവസം സഹിക്കേണ്ടി വരും ഇയാളെ? അച്ഛൻ തിരിച്ചു വരട്ടെ മോളെ, അതുവരെയുള്ള കഷ്ടപ്പാടൊക്കെ അതോടെ തീർന്നോളൂ. എന്താ എല്ലാവരും വെളിയിലിറങ്ങി നിൽക്കുന്നേ? ഓ, താമസിക്കാനുള്ള ഗസ്റ്റ് വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ? അതുകൊണ്ടായിരിക്കും. സ്വാമി, വന്നിരിക്കുന്നത് ആരായാലും അയാളോട് പറയണം, ഇത് ഞങ്ങൾ രണ്ട് കുടുംബക്കാരും ഒരുമിച്ച് താമസിക്കുന്ന വീടാ. ഇവിടെ അയാൾ ഒരു ഗസ്റ്റ് മാത്രമായിരിക്കും. അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നടത്തിയെടുക്കാൻ ഒരിക്കലും പറ്റില്ല. ഓക്കെ ഓക്കെ, ആള് എല്ലാ കണ്ടീഷനും അംഗീകരിച്ചാ പോരെ? അംഗീകരിക്കുന്ന ആള് തന്നെയാ.
സാറ് ഇന്നാണ് ഡിസിഷൻ പറഞ്ഞത്. സ്വാമി, സ്വാമി സർ. എവിടെയാ? യെസ്. സ്വാമി, നിങ്ങൾക്കൊരല്പം മാന്യതയുണ്ടെന്ന് തോന്നിയതുകൊണ്ടാ ഇന്നലെ ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ചത്. ഓഫീസിൽ നിന്ന് ഏതോ ഒരു ജോലിക്കാരൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവനെ കെട്ടിയിറക്കാനായിരുന്നെങ്കിൽ അത് മുഖത്ത് നോക്കി പറയായിരുന്നില്ലേ നിങ്ങൾക്ക്? മേഡം, അത് സ്വാമി, താൻ ഇനി ഒന്നും പറയണ്ട. താൻ ഇന്നലെ കെട്ടിയതേ ഒരു മാരീജ വേഷമായിരുന്നു, ഈ നിൽക്കുന്ന ജെആറിന് വേണ്ടി. അതെ സ്വാമി, ഇന്നലെ പറഞ്ഞതൊക്കെ അങ്ങ് വിട്ടേക്ക്. ദേ, ഞങ്ങൾക്ക് ഇവിടെ ആരെ നിർത്താൻ പറ്റുകയല്ല. സ്വാമിക്കും സ്വാമിയുടെ കൂടെ വന്ന ആൾക്കുവേ അങ്ങ് പോകാം. ആ പറഞ്ഞത് മനസ്സിലായില്ലേ സ്വാമി? ഞങ്ങളുടെ സ്വസ്ഥത തകർക്കാൻ നോക്കുന്ന ഒരാള് ഞങ്ങളുടെ കൂടെ ഉണ്ടാവരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധം. ആ വിളിച്ചിറക്കി കൊണ്ടുപോകും. നിങ്ങൾ പ്രശ്നങ്ങൾ വെറുതെ വഷളാക്കുക. അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടെടുക്കേണ്ടി വരും. ഞങ്ങളത് നേരിടും സ്വാമി. ആ ഒരു കുടുംബത്തെ താമസിപ്പിക്കാൻ കൊണ്ടുവരുമ്പോ അല്പം അന്തസ്സുള്ള ഒരുത്തിനെ ചുമന്നുകൊണ്ട് വരണം. ചതിക്കാനും കൊല്ലാനും മടിയില്ലാത്ത ഒരു ക്രിമിനലിനെ അല്ല കൊണ്ടുവരേണ്ടത്. സ്വാമി, ലോണിന്റെ ബാധ്യത വേറെ, കുടുംബത്തിന്റെ അഭിമാനം വേറെ. ദേ സ്വാമി ഇറങ്ങാൻ തയ്യാറല്ലെങ്കിൽ പണ്ടിയുടെ ചിലരൊക്കെ തല്ലിയിറക്കിയതിന്റെ ഒക്കെ ശീലമുണ്ട്. അതുപോലെ വല്ലതും ചെയ്യേണ്ടി വരും. തന്റെ ഈ കൊലച്ചിരി ഉണ്ടല്ലോ ജെആർ, ഞങ്ങളെയൊക്കെ ജീവനോടെ വിഴുങ്ങിക്കളയാന്നുള്ള ചിരി, അത് ഞങ്ങൾ സമ്മതിച്ചു തരില്ല. താൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് ഞങ്ങൾക്കെതിരെയുള്ള നടപടിയെടുക്കുക, അതാ നല്ലത്. പിടിച്ച് പുറത്താക്കിയവനെ ഹരി. മധുര നൊമ്പരക്കാറ്റ്